നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നു നിമിഷ കേട്ടോ. നമ്മളെല്ലാം രാത്രിയിൽ ഒരുപാട് ഉറക്കമുളച്ചിട്ടുള്ള ആളുകളാണ്. അതെല്ലാം കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ. റംല യെസ്, ബാബുപ്പച്ച റംല യെസ്. അതൊരു സ്റ്റേജ്, അതൊക്കെ ഒരു സ്റ്റേജുകളാണ് ലൈഫിൻ്റെ. പല സ്റ്റേജും പല രീതിയിലൊക്കെ വരും എന്നേ ഉള്ളൂ. പക്ഷേ ഈ കൊച്ചുങ്ങളെ വളർത്തുന്ന മക്കളൊക്കെ അങ്ങനെ പറയാൻ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ വിഷമം. അങ്ങനെയൊക്കെ പറയും. അവരവരുടെ കാര്യം നോക്കും, അത്രയേ ഉള്ളൂ. നമ്മൾ വേണം ഉറക്കുളയ്ക്കാൻ. ആലുവ എൻ്റെ ജില്ലയാണ് ബാബു പച്ച പറയുന്നു. ആലുവയാണ് നിമിഷയുടെ വീട്. പ്രകാശ്, നിമിഷം ഉറങ്ങിയില്ലെങ്കിൽ പ്രഷർ കൂടും, തല കറങ്ങി എവിടെയെങ്കിലും വീഴും. കേട്ടോ പ്രകാശ് പറയുന്ന കേട്ടോ. എപ്പോഴും നിമിഷം അങ്ങനെയാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. കൊച്ചു ഭയങ്കര വിഷമമാണെന്ന് തോന്നി, ഏറ്റവും കൊച്ച്. മൂത്തത് ഉറങ്ങത്തില്ലേ നിമിഷ? മൂത്ത കുഞ്ഞ് ഉറങ്ങത്തില്ലേ? മോൻ ഉറങ്ങുമല്ലേ? മൂത്തത് ഇച്ചിരി വലുതായില്ലേ? രണ്ടുപേരും കൂടെ ആയിരിക്കും കൊച്ചായിരിക്കും ഉറങ്ങാത്തത്. ഇത് മാറും നിമിഷ. പക്ഷെ നിമിഷയ്ക്ക് കൊണ്ടൊക്കെ ഉറങ്ങണം കേട്ടോ. കൊച്ചുറങ്ങുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് ഉറങ്ങണം. അന്നേരം വീട്ടു ജോലികൾ ചെയ്യാൻ കയറും അന്നേരം അല്ലേ. അന്നേരം പിന്നെ വീട്ടിലെ ജോലികൾ ചെയ്യണം. ശരിയാ, ഉറക്കം കിട്ടിയില്ലെങ്കിൽ പ്രകാശ് പറഞ്ഞ ശരിയാ, പ്രഷർ കൂടും കേട്ടോ, പ്രഷർ. അങ്ങനെ മാത്രമല്ല കൂടി അത് നമുക്ക് അങ്ങനെ അതൊക്കെ എങ്ങനെയെങ്കിലും വരട്ടെ എന്ന് ഓർക്കുള്ളൂ അവർ, അത്രേ ഉള്ളൂ. നമ്മുടെ ശരീരം നമുക്ക് റെസ്റ്റ് എടുക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് പ്രഷർ ഒക്കെ കൂടും, സ്ട്രെസ് കൂടും. 98 അവിടെ തല പൊക്കി. നിമിഷ ശാരീരിക പ്രശ്നമുണ്ടോ? ഉറക്കം കിട്ടുന്നില്ല അതിന്, അതാണ് പ്രശ്നം അതിൻ്റെ. നമ്മുടെ 98 കണ്ണ് തുറന്ന് കേട്ടോ. കണ്ണ് തുറന്ന് ഇനി റിമോട്ട് എടുക്കുന്നോ നോക്കട്ടെ. പ്രഷറൊക്കെ ഉണ്ട്, ഉറക്കം ഒളിയാൻ ഞാൻ മാത്രം. അതാണ് നിമിഷ. സഹിക്കുക അല്ലാതെ ഇപ്പം എന്താ ചെയ്യുന്നത്? സഹിച്ചേ കുറേയൊക്കെ സഹിക്കണം. തീരെ നിവൃത്തിയില്ലെങ്കിലേ ഉള്ളൂ. പക്ഷേ കുറേയൊക്കെ നമ്മൾ സഹിച്ചേ മുന്നോട്ട് പോവുക. എന്നാലും കൊച്ചുങ്ങളെ വളർത്തേണ്ടത് നമ്മുടെ ജോലിയാണ് എന്നാണ് വിചാരം എല്ലാവരുടെയും. രണ്ടുപേരും ഇവിടുത്തെ പിള്ളേർ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരൂടാണ് വളർത്തുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ അവർ പകുതി ജോലി വെച്ചേക്കും രണ്ടുപേർക്കൂടെ. പക്ഷെ നമ്മുടെ ഒന്നും സമയത്ത് അതല്ലല്ലോ. എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ ഒരു വശത്ത്, ഞാൻ എൻ്റെ മക്കൾ അവരാണ് ഏറ്റവും വലുത്, അതൊക്കെ ആ നിമിഷ വളർത്തിക്കോളും, കുഴപ്പമില്ല. നിമിഷയ്ക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളും എല്ലാം നോക്കണമല്ലോ. പിള്ളേരുടെ കാര്യം മാത്രമല്ല നിമിഷയ്ക്ക്. വീട്ടുജോലികൾ ചെയ്യണം അല്ലേ? വീട്ടുജോലികൾ ചെയ്യണം. ജോലിക്ക് പോകുന്നില്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നിമിഷ ഹൗസ് എന്താണ് ജോലി? നിമിഷ കൊച്ചുങ്ങൾ വീട്ടിലെ ഹൗസ് വൈഫാണ്. നിമിഷ ഹൗസിൽ എന്താണ് ജോലിയെന്ന്. ബാബുപ്പച്ച, ഹൗസിൽ എന്താണ് ജോലി? നിമിഷയാണ് എല്ലാം ചെയ്യുന്നതെന്നാണ് നിമിഷ പറയുന്നത് കേട്ടോ. എൻ്റെ കാര്യം ഞാൻ എങ്ങനെ ഓർക്കാനില്ല. അവരിൽ നിന്ന് വെള്ളം തോർത്തി എടുക്കണം. വെള്ളം തോർത്തി എടുക്കണം. മീനിൻ്റെ ജോലി എന്ന് നിമിഷം പറയുന്നത്. മീനിൻ്റെ ജോലി നിന്ന് വേറൊരു പടമാണല്ലോ വന്നേക്കുന്നത്. മീനിൻ്റെ ജോലിയാന്ന് നിമിഷം പറയുന്നത്. അയ്യോ, പേടിച്ചു പോയി. നമ്മുടെ തുള്ളിച്ചിട്ട് എണ്ണിച്ചതാ. TV വെച്ച് കേട്ടോ. TV ഓണാക്കി ഞാൻ കാണിക്കാം.